ഇന്റർവ്യൂ വിത്ത് ചെറുവേൽ രാമൻ. ചെറുവേൽ രാമൻ എന്ന് പറയുന്നത് കുറിച്യർ കമ്മ്യൂണിറ്റിയിൽ പെട്ട അല്ലെങ്കിൽ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതെന്ന് പറഞ്ഞത് നെൽകൃഷി, ഓക്കെ, വിവിധ നെൽവിത്തുകൾ അദ്ദേഹത്തിന് അറിയാം. 53ഓളം നെൽവിത്തുകൾ അദ്ദേഹം കൃഷി ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഒരു അമ്മയ്ക്ക് എങ്ങനെ കുഞ്ഞിനെ അറിയാം, അതുപോലെ എല്ലാ നെൽവിത്തുകളെയും അറിയുന്ന അല്ലെങ്കിൽ മണ്ണുമായിട്ട് നല്ല ബന്ധമുള്ള, ഓക്കെ, കൃഷിയുമായിട്ട് ബന്ധമുള്ള, പ്രത്യേകിച്ച് നെല്ലുമായിട്ട് നല്ല ബന്ധമുള്ള, ഓക്കെ, ഏത് വിത്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ 53ഓളം വിത്തുകളിൽ ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി പീരീഡ്, അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പിന്നെ ലാഗായിട്ട് ഇത് കിട്ടുന്ന അല്ലെങ്കിൽ സീഡ്സ് കിട്ടുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള വ്യക്തിയാണ് ചെറുവേൽ രാമൻ എന്ന് പറയുന്ന വ്യക്തി. ഇറ്റ്സ് എ സെലിബ്രേറ്റഡ് ട്രൈബൽ ഫാമർ ഫ്രം വയനാട്, കുറിച്യർ കമ്മ്യൂണിറ്റി പെട്ട ട്രൈബൽ ഫാമറാണ്. ആൻഡ് എ പത്മശ്രീ അവാർഡി റെക്കഗ്നൈസ്ഡ് ആസ് എ ഗാർഡിയൻ ഓഫ് റെയർ സീഡ്സ്. ഓക്കെ, അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വിരളമായിട്ട് കിട്ടുന്ന സീഡ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറിലുണ്ട്. ഈ കൾട്ടിവേറ്റ്സ് 53 ഇൻഡിജിനസ് പാഡി വെറൈറ്റീസ് സജസ് ഗന്ധകശാല, വെളിയൻ, ചെമ്പകം, തൊണ്ടി, കുട്ടിവെളിയൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിൽ പെട്ട കുറച്ച് 53 പാഡി വെറൈറ്റീസ് പെട്ട ഏതാനും ചില പാഡി വെറൈറ്റീസ് ആണ്, അല്ലെങ്കിൽ നെൽവിത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് സീഡ്സ് വിത്ത് മാക്സിമം മെച്യൂരിറ്റി പീരീഡ് ആർ സോ ഫസ്റ്റ്, അതായത് കൂടുതൽ സമയം അതിന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 മാസം കൊണ്ട് ഉണ്ടാവുന്ന വിത്തുകളുണ്ടാവും, 5 മാസം കൊണ്ട് ഉണ്ടാവുന്ന വിത്തുകളുണ്ടാവും, 4 മാസം കൊണ്ട് ഉണ്ടാവുന്ന വിത്തുകൾ, 2 മാസം കൊണ്ട്, 1 മാസം കൊണ്ട് വിത്തുകളുണ്ടാവും. സോ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ 6 മാസം മുന്നേ തന്നെ ഈ ഒരു 6 മാസം കൊണ്ടുണ്ടാവുന്ന ഒരു നെൽവിത്ത് എന്ത് ചെയ്യും, പാകും, ഓക്കെ, സോ ചെയ്യും. പിന്നീട് 1 മാസം കൊണ്ടുണ്ടാകുന്നത് ഈ ഒരു വിത്ത് 5 മാസം കഴിഞ്ഞിട്ട്, ഓക്കെ. അപ്പം മാക്സിമം മെച്യൂരിറ്റി പീരീഡും മിനിമം മെച്യൂരിറ്റി പീരീഡും ആ ഒരു രീതിയിൽ ഈ നെൽവിത്തുകൾ കൃഷി ചെയ്യുന്നുള്ളത്. സോ ചിലതിന് 1 മാസം മെച്യൂരിറ്റി പീരീഡ് മതിയാവും. സോ അത് എന്ത് ചെയ്യുന്നു, അവർ ഒരുമിച്ച് വിളവെടുക്കുന്നു എന്നുള്ളത്, ഈ നെൽകളൊക്കെ ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്യുന്നു, കൊയ്ത്തുത്സവം നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ അബാൻഡഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് കിൽസ് എർത്ത് വർംസ് ആൻഡ് സോയിൽ ഫെർട്ടിലിറ്റി ഈസ് ലോസ്റ്റ്. അത് മണ്ണിരകളെ ഒക്കെ എന്ത് ചെയ്യുന്നു, കില്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠ അവസ്ഥ അതും നശിക്കുന്നു. യൂസസ് ഓർഗാനിക് മാനേഴ്സ്, ജൈവവളങ്ങളാണ്, ആട്ടിക്കാട്ടം പോലെയുള്ള, അതുപോലെ അതുപോലെ തന്നെ ജൈവവളങ്ങളാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇലകൾ, ഓക്കെ, വളങ്ങൾ ജൈവവളങ്ങളായിട്ടാണ് അദ്ദേഹം. കൗഡങ്ങ് നല്ലൊരു വളമാണ്, ഓക്കെ, ചാണകം നല്ലൊരു വളമാണ്. സോ നെക്സ്റ്റ് സ്ലൈഡ്. ദ റൈസ് ഹാസ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഓൾസോ. ഓക്കെ, റൈസിന് എന്തുണ്ട്, അതിന് ഒരുപാട് രോഗങ്ങൾ ശമിക്കാനുള്ള കഴിവുണ്ട്. ഹസ് കാഷസ് അലോങ് വിത്ത് മാംഗോ ലീവ്സ്, ഒക്കെ നമ്മൾ ഉമിക്കരികൾ ഉപയോഗിക്കാറുണ്ട് മാംഗോ ലീവ്സ് കൂട്ടിക്കൊണ്ട്. സോ അതൊക്കെ എന്താണ്, ടീത്തിനെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അതിലെ ബാക്ടീരിയാസ് ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു ക്യൂർ വൂൺസ്, അല്ലെ, മുറികൾ ഉണക്കാൻ സഹായിക്കുന്നു. സേസ് ദാറ്റ് ഈസ് ആൻസസ്റ്റേഴ്സ് യൂസ്ഡ് വെജിറ്റബിൾസ് ലൈക്ക് ബിറ്റർ ഗോഡ്, ഐവി ഗോഡ് ആൻഡ് അതർ വെറൈറ്റീസ്. വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്. ദാറ്റ് വാസ് എ റീസൺ ഫോർ ദെയർ ഇമ്മ്യൂണിറ്റി പവർ. അതുകൊണ്ട് തന്നെ അവരുടെ ആൻസിസ്റ്റേഴ്സ്, അവരുടെ മുൻഗാമികൾ എന്ത് ചെയ്തു, അതിനൊക്കെ ചെറുത്തു നിന്നു. അവർക്ക് ഒരുപാട് ധൈര്യം, അതായത് പല രോഗങ്ങളെയും ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അവർക്ക്. ദാറ്റ് വാസ് റീസൺ ഫോർ ദെയർ ഇമ്മ്യൂണിറ്റി പവർ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷി വന്നു. ഓസ്പീഷ്യസ് ഒക്കേഷൻസ് ലൈക്ക് കെട്ടുകല്യാണം, ഓണം, വിഷു, ഇതൊക്കെ ഈ കുറിച്യർ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത് ദൈവപുര, ഒരു ടെമ്പിൾ ലൈക്ക് സ്ട്രക്ചറാണ്, ദൈവപുരയിലാണ് നടക്കുന്നത്. ലാമ്പ് ഈസ് ലിറ്റ് ഓൾ ദ ടൈം, ഓക്കെ, അത് അവിടെ എന്ത് ചെയ്യുന്നു, എല്ലാ സമയങ്ങളിലും ഒരു വിളക്ക് അവിടെ അങ്ങനെ കത്തുന്നുണ്ടായിരിക്കും. മാരേജസ് ആർ ഹെൽഡ് മോഡസ്റ്റ്ലി, കാര്യപ്പെട്ട ആളുകൾ മാത്രമേ മാരേജസിൽ പങ്കെടുക്കുള്ളൂ. വലിയ വലിയ കല്യാണമല്ല, ഒരു മോഡസ്റ്റ് ആയിട്ട്, ഓക്കെ, ഒരു മിതമായിട്ടുള്ള ചടങ്ങുകളാണ് അവർ കഴിക്കാറുള്ളത്. ദെൻ ദ റിച്വൽസ് റിലേറ്റഡ് വിത്ത് ഡെത്ത് ആർ, മരണപ്പെട്ടാൽ ആഫ്റ്റർ ബാത്തിങ് ഡെഡ് ബോഡി ആൻഡ് ക്രിമേഷൻ, അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ബന്ധുമിത്രാദികൾ ഇവർക്ക്, ഓക്കെ, ഡെഡ് ബോഡിയൊക്കെ എന്ത് ചെയ്യുന്നു, ഡെഡ് ബോഡിയൊക്കെ പിന്നെ കുളിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിമേഷൻ, അടക്കുന്നു.
പിന്നെ ഈ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും? സം വാട്ടർ ഈസ് കെപ്റ്റ് അറ്റ് വെസൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ഫോർ 5 days. 5 ദിവസം ഇത് വീട്ടിൻ്റെ മുന്നിൽ വെക്കും. ദെൻ റിലേറ്റീവ്സ് സിങ് ആൻഡ് ഡാൻസ് ടു കൺസോൾ. ഓക്കെ, അവർ പരസ്പരം മറന്നുകൊണ്ട് അവർ സിങ് ചെയ്യും, ഡാൻസ് ചെയ്യും. കാരണം അവർക്ക് സങ്കടം വരാതിരിക്കാൻ വേണ്ടി. അവരുടെ അയൽവാസികളൊക്കെ ഇവരുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ പാട്ട് പാടി കൊടുക്കും, ഡാൻസ് കളിക്കും. വെൻ എ വുമൺ ഡൈസ് സിക്കിൾ ഈസ് കെപ്റ്റ് വിത്ത് ഡെഡ് ബോഡി. സ്ത്രീ മരിക്കുകയാണെങ്കിൽ ഒരു വാളും അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കും, ഡെഡ് ബോഡിയുടെ കൂടെ. സോ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ.